അപ്പോൾ ജസ്റ്റ് വന്നു എൻ്റെ ഫ്രണ്ടിനെ ചേച്ചീൻ്റെ നോക്കിയിട്ട് പറഞ്ഞു എന്താ നിനക്ക് ഹോൺ അടിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ കമന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ പ്രശ്നം, എടി വാടി പൊടി. അപ്പൊ അതിന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ജീപ്പാണ്, ഓപ്പൺ ജീപ്പാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തിന്റെ ചേച്ചി ബാക്കിലാണ് ഇരിക്കുന്നത്. ഈ ചേച്ചി ഇരിക്കുന്നതിന്റെ നേരെ പാരലായിട്ട് ഇയാള് ഈ സ്കോർപിയോ വണ്ടി നിർത്തിയിരിക്കുകയാണ് റോഡില്. നിന്നിട്ട് ഞാൻ കാണുന്നത് ഇദ്ദേഹം വളരെ അശ്ലീലപരമായിട്ടുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നതാണ്. ഇത് ആ ചേച്ചി ഒന്നും റെസ്പോണ്ട് ചെയ്തിരുന്നില്ല ആ സമയത്ത്. വളരെ ഓക്വേർഡായി തോന്നിയത് കൊണ്ട് തന്നെയാണ് എന്ത് പറ്റി ചേച്ചി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഇയാൾ എന്തോ ആക്ഷൻ കാണിക്കുന്നു അമ്മു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇപ്പൊ നിനക്ക് എന്താ എന്നെ ചെയ്യാൻ പറ്റാം? അപ്പൊ ഒരാണിനെ പെട്ടെന്ന് കയറി ആക്രമിക്കാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അവിടെ നിന്നവരോട് ഞാൻ ചോദിച്ചു ഇത്ര നേരം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല. അയാൾ വീണ്ടും വന്ന് മുമ്പിൽ നിൽക്കുകയാണ്, ഇപ്പോഴും നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലേ? സീരിയസ്ലി അപ്പൊ പോലും ഒരു മനുഷ്യൻ അവിടെ നനങ്ങിയില്ല. എന്റെ അച്ഛൻ അപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ വീണ്ടും ഇത്ര ആൺകുട്ടികൾ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ വീണ്ടും അയാൾ ചങ്കുറ്റത്തോടു കൂടി വന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം, ഇയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണം എന്ന് പറഞ്ഞു. ഉടനെ 2-3 പേര് ചാടി എണീക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ തിരിച്ചു വന്നിട്ട് സെയിം സ്ഥലത്ത് തന്നെ ഒരു പാർക്ക് ചെയ്യാണ്. പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി ഈ തട്ടുകടയുടെ കുറച്ചപ്പുറത്തായിട്ട് ഒരു പാൻ മസാല വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്നിട്ട് ഇവൻ എന്നോട് ചോദിക്കുക ചോണയുണ്ടെങ്കിൽ തിരിച്ചു വരാനല്ലേ പറഞ്ഞ, ഇപ്പൊ നിനക്ക് എന്താ എന്നെ ചെയ്യാൻ പറ്റാ? അപ്പൊ ഇവര് വണ്ടി തിരിച്ചുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് അപ്പൊ എന്റെ അമ്മയാണ് എന്നോട് പറയുന്നത്. അപ്പൊ ഞാനിത് ശ്രദ്ധിച്ചിരുന്നില്ല ഇവര് വണ്ടി കൊണ്ട് നിർത്തുന്നത്. ഞങ്ങള് വീണ്ടും ഈ ചർച്ചയിൽ തന്നെയാണ്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്നുള്ള ഒരു ചർച്ചയിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോഴാണ് എൻ്റെ അമ്മ ഇത് ശ്രദ്ധിക്കുകയും അമ്മ എന്നോട് പറഞ്ഞു അമ്മു ഇത്തരത്തില് അയാൾ വീണ്ടും വന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്, ഇതൊരു ഇഷ്യൂ ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു, അച്ഛനോട് പോയി കാര്യം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ തട്ടുകട വരെ നടക്കുന്നത്. ഇയാള് പകുതിക്ക് വെച്ച് എൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങി. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇയാൾ പുറത്തിറങ്ങാണ്. ഈ മനോജ് അമൃത അങ്ങോട്ട് വലിച്ച് താഴെ ഇട്ട് അയാളെ അടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആളുകൾ എല്ലാരും കൂടി അമൃതയെ സപ്പോർട്ട് ചെയ്തു. എല്ലാരും സപ്പോർട്ട് ചെയ്തു. അപ്പോഴും ആരൊക്കെ പിടിച്ചു മാറ്റിയതായിട്ട് ഓർമ്മയുണ്ട്. തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിച്ചു മാറ്റിയത്, അതോ ഇയാളെ ശരിയാക്കണം ശരിയാക്കണം എന്നുള്ള ഒരുപാട് പേര് പറഞ്ഞു. എനിക്കാകെ ഷോക്ക്.